ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നേരിട്ടൊന്ന് കാണാം അല്ലേ? ഞാൻ എല്ലാവരും നേരിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് സുഖമില്ലായിരുന്നു, സൗണ്ടൊക്കെ ക്ലിയർ അല്ലായിരുന്നു, ചുമയൊക്കെ ആയിരുന്നു. ഇപ്പൊ സൗണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നേരിട്ടൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു, എല്ലാവരെയും കണ്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ? മഴയൊക്കെയാണല്ലേ, വലിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഡിസംബർ ആയിട്ടുണ്ട്, ക്രിസ്മസ് ഒക്കെ വരാൻ പോകുന്നു, ന്യൂ ഇയർ വരാൻ പോകുന്നു. ഒരുപാട് സന്തോഷങ്ങളുടെ ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചില സന്തോഷങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരാൻ പോകുന്ന ചില സന്തോഷങ്ങളും മാറ്റങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കാം നമുക്ക്. ഡിസംബർ മാസത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ. വർഷാവസാനമാണ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരുന്നു നമ്മൾ 2024 വന്നത്. ഇനി 2025 കടക്കാൻ പോവാണ്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളും സന്തോഷങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡിസംബർ മാസം അവസാനം നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകണമെന്ന് നോക്കാം അല്ലെ. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവരും മാത്രം എടുക്കുക, അല്ലാത്തവരും ഇട്ടേക്കുക കേട്ടോ. പിന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് കയറി വന്നെന്ന് പറഞ്ഞ ഓരോ വീഡിയോസ് ഒക്കെ അവർ കാണാറുണ്ട്. അതൊക്കെ നിങ്ങൾ ആ ഒരു സമയത്ത് അത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാനും അങ്ങനെ കാണാറുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഒരു കൺഫ്യൂഷൻ ഇരിക്കുമ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ ചില മെസ്സേജസ് ഒക്കെ കാണും, ചില വീഡിയോസിലെ, അല്ലെങ്കിൽ ആ വീഡിയോ നോക്കുമ്പോൾ അതിനകത്ത് ചില മെസ്സേജസ് ഒക്കെ നമ്മൾ ആ നേരത്തെ യൂണിവേഴ്സിന് അല്ലെങ്കിൽ ദൈവത്തിന് നമുക്ക് തരാനുള്ള മെസ്സേജാണ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ, എൻ്റെ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ള സമയത്തൊക്കെ വരുമ്പോൾ അത് യൂണിവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജസ് ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, ആ വീഡിയോ കാണുമ്പോൾ അവർ ഒരുപാട് പോസിറ്റീവ് എനർജിയിലാണ്, ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് അതൊരു ആശ്വാസമായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ യൂണിവേഴ്സ് ആയിട്ട് എന്നെ പോലുള്ളവരിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതുവരെയുള്ള എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ച് എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള നല്ല നല്ല മെസ്സേജസ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ലഭിക്കുന്ന എല്ലാ നല്ല മെസ്സേജസും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിങ് അല്ലെങ്കിൽ ഫ്യൂച്ചർ അറിയാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക്, സാമ്പത്തിക പ്രശ്നങ്ങളും ലവിലുള്ള പ്രശ്നങ്ങൾ, ഫാമിലി ലൈഫിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. പിന്നെ കുറച്ച് നിങ്ങൾക്ക് പലയിടത്തും പോയിട്ടും അതിന്റെ റിസൾട്ട് കിട്ടാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ റിസൾട്ട് ആവണമെന്നില്ല, എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്ന ചില സന്തോഷങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ചില മാറ്റങ്ങൾ, അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. പെട്ടെന്ന് ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഡെയിലി നമുക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ നമുക്ക് സാധിക്കാനുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഈ ഒരു മാസം നമുക്ക് പല കാര്യങ്ങളും സാധിച്ചെടുക്കാനുണ്ട്. ഈ ഒരു വർഷാവസാനം ചില കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും. സാമ്പത്തികമായിട്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ടോ, അപ്പൊ അതിനുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം, അത് നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ചെയ്യാമേ. എൻ്റെ ഷഫ്ലിങ് ഇതൊക്കെയാണ്, ഇതേ രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിതായിരുന്നു ഇഷ്ടം. ഞാൻ പണ്ടൊക്കെ ചീട്ടൊക്കെ കളിക്കാറുണ്ടായിരുന്നു കേട്ടോ, കൂട്ടുകാരൊക്കെ ആയിട്ട്.
അപ്പോൾ ഇവിടെ വീട്ടിലിങ്ങനെ കളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അന്ന് ശീലിച്ചതുകൊണ്ട് എനിക്ക് ഇതാണ് ഇഷ്ടം. ഇനി മറ്റൊരു രീതിയിൽ എനിക്ക് പുതിയ രീതി എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിനോടാണ് ഇഷ്ടം. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട് എല്ലാത്തിനും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ കാർഡുകൾ നോക്കാമേ. 2 കാർഡ് വന്നു എൻ്റെ കയ്യിൽ കേട്ടോ. അപ്പം ഇത് 6 of Wands ആണ് കേട്ടോ. ദ ഫൂൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൂടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. 5 of Cup, High Priestess, 6 of Swords, 3 of Swords, Empress, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു കാർഡ് നോക്കാം. ഏഞ്ചൽ മെസ്സേജസ് ഒക്കെയാണ് കേട്ടോ. അപ്പോ എന്താണ് നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷങ്ങൾ, നമ്മുടെ ലൈഫിലേക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് വരുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. പെട്ടെന്ന് വരുന്ന സന്തോഷങ്ങൾ. നൈറ്റ് ഓഫ് ഫയർ, സക്സസ്, സ്റ്റാർ, കണ്ണ്. ഇപ്പൊ കാർഡുകളെല്ലാം കണ്ടില്ലേ? അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്ന സന്തോഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പാടെ മാറിയിട്ട് പുതിയൊരു തുടക്കം വരുന്നുണ്ട് ചില കാര്യങ്ങളിൽ. അതെന്ന് പറഞ്ഞാല് ചിലർക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നു. നിങ്ങൾ ഇതുവരെ ജോലി ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നുണ്ടാവാം. അപ്പൊ നിങ്ങളുടെ ലൈഫ് ഒരു ചേഞ്ച് ആവുമല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതൊരു സന്തോഷമാണ്, ലൈഫിലൊരു ചേഞ്ചുമാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് മാരേജ് നടക്കാത്ത വ്യക്തികളായിരുന്നു, ഇതുവരെ മാരേജ് ഇല്ല, ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നവരാണ്, നിങ്ങൾക്ക് മാരേജ് നടക്കാൻ പോകുന്നു, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, മാരേജ് നടക്കാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ടോട്ടലി ഒരു ചേഞ്ച് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫിൽ നിന്ന് പാടെ ഒരു ചേഞ്ച്, മാറ്റം നിങ്ങൾക്ക് വരികയാണ്. അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ഫിനാൻഷ്യലി ഡൗൺ ആയിരുന്നെങ്കിൽ ഇവിടെ സൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഫൈനാൻസ് വരുന്നു, അല്ലെങ്കിൽ സക്സസും സന്തോഷവും വരുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ, അതായത് സക്സസ് വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരുന്നുണ്ട്, ചേഞ്ച് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു യാത്ര കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ആരൊക്കെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. ഒരുപക്ഷെ വിദേശ യാത്രയാകാനാണ് സാധ്യത. വിദേശയാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടോ. വിദേശത്തേക്ക് യാത്ര പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിദേശത്ത് ജോലി കിട്ടിയിട്ടുണ്ടാവാം. ഗൾഫ് നാടുകളിലോ യൂറോപ്യൻ കൺട്രീസിലോ ജോലി കിട്ടി പോകുന്നതാവാം. അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് വിസയിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇന്ത്യക്കകത്തോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ജോലിക്കായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളൊരു യാത്ര പോകുന്നു. ഒരുപക്ഷെ കേരളത്തിനകത്താവാം, നിങ്ങൾ യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കമാണെന്നുള്ള 2 കാർഡാണ്. ഒരു ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഒരു ജേർണി അവസാനിച്ചിട്ട് ഒരു പുതിയ തുടക്കം, അതാണ് പറഞ്ഞത്. നിങ്ങളുടെ ലൈഫിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കമാണ്. ഡെത്ത് ആൻഡ് റീബർത്തും വന്നിട്ടുണ്ട്, വീണ്ടും ഫൂളും വന്നിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഇതുവരെ ഒരു കുട്ടിക്കളിയായിട്ട് ലൈഫ് കണ്ടിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് സീരിയസിലേക്ക് പോകാൻ പോകുന്നു, സീരിയസ് ആയിട്ട് മാറാൻ പോകുന്നു. അതൊരു പക്ഷെ മാരേജ് ആവാം. മാരേജ് ആണെങ്കിൽ ഒരു കുട്ടിക്കളിയായിട്ട് വീട്ടുകാരുടെ സംരക്ഷണം കഴിഞ്ഞിരിക്കുന്ന വ്യക്തികള് മാരേജ് കഴിക്കുമ്പോൾ കുറച്ചൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ. അതുപോലെ ജോലിയൊക്കെ ഇല്ലാതെ ഇതുവരെ പഠിച്ചു നടന്നിട്ട് നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കാൻ പോകുന്നു. അങ്ങനെ നിങ്ങളൊരു ഉത്തരവാദിത്തം ഉള്ളൊരു സെക്ഷനിലേക്ക് മാറും, നിങ്ങളുടെ ലൈഫ് മാറും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഏത് രീതിയിലായാലും ഇതുവരെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ കുട്ടിക്കളിയായിട്ട്
അത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ലൈഫിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങൾ പുതിയൊരു ഉത്തരവാദിത്വമൊക്കെയുള്ള ഒരു പുതിയൊരു തുടക്കം ലൈഫിലേക്ക് മാറുന്നു. ഒരുപക്ഷെ ചിലർക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നതാവാം. കുട്ടി ഉണ്ടാകുന്നതോടെ ഇതുവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളായിരിക്കാം. അപ്പൊ ഒരു കുട്ടി ഉണ്ടാകുന്നു, കുട്ടിയുടെ ജനനം വരുന്നു. അപ്പൊ നിങ്ങളൊരു അച്ഛനാകുന്നു അല്ലെ അമ്മയാകുന്നു. അതിപ്പോ ഉത്തരവാദിത്വം കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കുട്ടിയുടെ കാര്യങ്ങളിലൂടെ അമ്മ പുതിയൊരു ലൈഫ്, ആ ഒരു രീതിയിലുള്ള ഒരു ലൈഫിലേക്ക് മാറുന്നു. അങ്ങനെ എംപ്രസ് ഇതാണ് വന്നുണ്ടാവും. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പീരീഡിലാണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ആ ഒരു കുട്ടിയുടെ കാര്യം ഓർത്ത് എന്താ പറയുക, ജിജ്ഞാസ, സന്തോഷം, ഇനി അത് കുട്ടി വരാൻ പോകുന്നതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു പക്ഷെ കുട്ടി പിറന്നിട്ടുണ്ടാവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ആ ഒരു പുതിയ തുടക്കം, ലൈഫിലൊരു മാറ്റം, ഒരു ചേഞ്ച്, സന്തോഷത്തിൻ്റെതായിട്ടുള്ളൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് കാണുന്നുണ്ട്. പലർക്കും സക്സസ് കാണുന്നുണ്ടേ. എനിക്ക് ഇങ്ങനെ കാർഡ് ഇരിക്കുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ്, അതാ ഞാൻ എടുക്കുന്നത്. സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സക്സസിലേക്ക് പല കാര്യങ്ങളും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വിജയം വരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പൊ ഒരു പക്ഷേ എക്സാം ഒക്കെ എഴുതിയിട്ടുള്ള വിജയമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ സ്പോർട്സിലോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലൊക്കെ ഉള്ള നിങ്ങളുടെ പരിപാടികളല്ലേ, എന്താ പറയുക, യുവജനോത്സവം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലൊക്കെയുള്ള നിങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ട് അതിലൂടെ നിങ്ങൾക്ക് സക്സസ് വരിക്കുന്നതായിട്ടുള്ള രീതികൾ കാണുന്നുണ്ട്. ആർക്കൊക്കെയോ സക്സസ് ലഭിക്കുന്നു, നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതാണ് കാണിക്കുന്നത്. വളരെ കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ പാഷനേറ്റോടുകൂടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ, അത് ചിലർക്ക് നിങ്ങളുടെ പാഷനെ കണ്ടെത്തിയിട്ട് അത് വികസിപ്പിച്ചെടുത്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർ പദവിയൊക്കെ ലഭിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു എന്തെങ്കിലും കഴിവുകൾ തെളിയിച്ച്, എന്തെങ്കിലും കാര്യത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾ തെളിയിച്ച് മറ്റുള്ള വ്യക്തികളാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ കഴിവ് ഇപ്പൊ നിങ്ങൾ പാട്ട് പാടാനാവാം, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനാവാം, ആക്ടർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കവിതയോ എഴുതുന്ന ആളാവാം, കഥ എഴുതുന്ന ആളാവാം, അല്ലെങ്കിൽ ഏത് മേഖലയിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾ വളർത്തിയെടുത്തിട്ട് നിങ്ങൾക്കൊരു സ്റ്റാർ പൊസിഷൻ ലഭിക്കുന്നു. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ഒരുപക്ഷെ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്നവരാവാം. നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് പ്രദർശിപ്പിച്ചിട്ട് സ്റ്റാർ ആവാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുള്ള വ്യക്തികളായി മാറുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ട് നിങ്ങളെ, അതായത് നിങ്ങളൊരു സ്റ്റാറാണ്. ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഏത് ലെവലിൽ വേണമെങ്കിലും ആവാം കേട്ടോ. എല്ലാം കൂടെ എടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തുണ്ടോ ഞാൻ പറയാത്തെ. അപ്പൊ നിങ്ങളുടെ കഴിവ് എന്താണോ അതിനെ കണ്ടെത്തി നിങ്ങളത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ആ ലെവലിലുള്ള ഏതൊക്കെ വ്യക്തികളുടെ ഒരു എനർജി ഈ ഒരു റീഡിങ്ങിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ പാടെ മാറിയിട്ട് പുതിയൊരു തുടക്കമാണ്, സന്തോഷത്തിന്റേതും സക്സസിന്റേതുമായിട്ടുള്ള ഒരു തുടക്കം. അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സമയമാവാം. സണ്ണാണ് വന്നിരിക്കുന്നത്, സന്തോഷവും സക്സസിന്റെ സമയം. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ മാറുന്നുണ്ട് പെട്ടെന്ന് കേട്ടോ. പക്ഷേ ഈ ഒരു മാസം തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലേക്ക് ചിലർ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. 3 ഓഫ് സോർഡ്സ്, വളരെയധികം മാനസിക വിഷമത്തിൽ ഇരിക്കുന്ന വ്യക്തികളും ഉണ്ട്. സന്തോഷം മാത്രമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്, പക്ഷെ ഈ 2 കാർഡുകൾ ഞാൻ പറഞ്ഞില്ല. 3 ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്, 5 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. ഏതോ കാര്യത്തിൽ വളരെയധികം മാനസിക വിഷമം അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. ഏതൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം മാനസികമായിട്ട് പെയിനിലാണ്, വളരെയധികം ഒരുപാട് പെയിനാണ്. ഒരുപക്ഷെ എന്തെങ്കിലും തേർഡ് പാർട്ടികൾ മൂലമാവാം, അല്ലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് മൂലമാവാം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഒരുപക്ഷെ സാമ്പത്തിക മേഖലയിലാവാം തോന്നുന്നു. സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും നഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലത്തിലൊക്കെ ഒരുപാട് പെയിൻ അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളാവാം. ഒരു ജോലി നഷ്ടപ്പെട്ടതാവാം, അല്ലെങ്കിൽ ബിസിനസ് തകർന്നതാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങളിലൂടെ എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇത്ര 3 ഓഫ് സോർഡ്സ് നിങ്ങളുടെ ഹൃദയം മുറിയുന്ന രീതിയിലുള്ള വേദന അനുഭവിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. അതിപ്പോ ഏത് രീതിയിലാവാം. ഇവിടെ എനിക്ക് തോന്നുന്നത് 5 ഓഫ് കപ്പ് കാണുമ്പോഴത്തേക്കും പറയാനുള്ളത്,
നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തികൾ ആരോ, ഒരുപക്ഷെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആവാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതോ വ്യക്തികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ വളരെയധികം മാനസിക വിഷമത്തിലിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. വളരെ വേദനയിലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളാവാം, എന്താ പറയാ, ബെഡ് തളർന്നു പോയിരിക്കുന്ന അവസ്ഥ, ക്യാൻസറോ അല്ലെങ്കിൽ അത് വലിയ മാരക രോഗങ്ങളാവാം. അങ്ങനെയൊക്കെ വളരെയധികം മാനസിക വിഷമത്തിലിരിക്കുന്നു. ഒരുപക്ഷെ ജീവിതം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥയാവാൻ തോന്നും. നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗിയായി മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട ഫൈനാൻസ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോടുകൂടി, അല്ല ആ ഒരു വ്യക്തിക്ക് രോഗിയായി തീർന്നതിന്റെ പേരിൽ, ആ ഒരു വ്യക്തി രോഗിയായി തീർന്നതിന്റെ പേരിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരുന്ന സാമ്പത്തികം ഇല്ലാതായതിന്റെ വിഷമവും, അതായത് ഒരു വരുമാന മാർഗം ഇല്ലാതായി തീർന്നിരിക്കുന്നു, വരുമാനം ഒന്നിരിക്കുന്നു എന്നൊരു അവസ്ഥയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നും. പക്ഷെ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചാല്, അത് നിങ്ങൾക്ക് വിഷമിക്കേണ്ട. ആ ഒരു അവസ്ഥ നിങ്ങളിൽ ഇപ്പൊ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറും, നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അതിനെ തരണം ചെയ്യുക, സ്ട്രോങ് ആയിട്ട് അതിനെ തരണം ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് രോഗിയായ ഒരു അവസ്ഥയാണെങ്കിൽ അവർ ആ രോഗത്തിൽ നിന്ന് തിരികെ വരും. രോഗമൊക്കെ മാറി തിരികെ വരും, ആ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലായാലും ആ ഒരു നഷ്ടം, ആ നഷ്ടം എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരു ലൈഫില്ല എന്ന് ചിന്തിച്ചിരിക്കേണ്ടതില്ല. പാസ്റ്റിൽ ഉണ്ടായ നഷ്ടങ്ങളൊക്കെ മറക്കുക എന്നുള്ളതാണ്. പെട്ടെന്നല്ല, പതുക്കെ പതുക്കെ നിങ്ങൾ മറക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ ആ ഒരു പാസ്റ്റിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അത് മറന്നു ഓരോ ദിവസം നിങ്ങൾ അവിടെ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തിയേ പറ്റൂ, അല്ലെ? അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ വരിക. ലൈഫ് നിങ്ങൾക്ക് ഇനി ഒരുപാടുണ്ട്, സന്തോഷം നിറഞ്ഞൊരു ലൈഫ് ഉണ്ടെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. അത് ആരോടൊക്കെയാണെന്ന് അറിയില്ല. അതായത് നിങ്ങളുടെ ഈ ഒരു ഡെത്ത് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ മാറും, നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു റീബർത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യം, ആ ഒരു സിറ്റുവേഷനൊക്കെ മറികടന്ന് മുന്നോട്ടേക്ക് വരണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജോലി അങ്ങനെ നിങ്ങൾക്ക് വരുമാന മാർഗങ്ങളില്ല, നിങ്ങൾക്ക് വരുമാനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വരുമാനം സ്റ്റോപ്പ് ആയെങ്കിൽ അത് കൊണ്ടുവരേണ്ട ആള് അതിന് ഇനി പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആള് നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തണം. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറി നിങ്ങളുടെ ലൈഫ് തിരികെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേരോട് കേട്ടോ. ഒരുപാട് ആളുകളോട്, ആരൊക്കെയോ അതിനായിട്ട് കാത്തിരിക്കുന്ന ആരൊക്കെയുണ്ട് അവരോടാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തിരികെ വരണമെങ്കിലും, ഈ ഒരു സിറ്റുവേഷനിലൊക്കെ തിരികെ വരണേ നിങ്ങൾക്കൊരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറേണ്ടതുണ്ട്. എങ്കിലേ നിങ്ങൾക്ക് തിരികെ വരാൻ പറ്റൂ. നിങ്ങൾ കുറച്ച് ദൈവത്തോടടുത്ത് നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് തിരികെ വരാൻ പറ്റൂ. കാരണം ഡിവൈൻ കണക്റ്റഡ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും നമുക്ക് മാറ്റാൻ പറ്റൂ. അത് പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് പറ്റുക. മെഡിറ്റേഷനോ പ്രാർത്ഥനയോ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തോട് കണക്റ്റഡ് ആയി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാനായിട്ടുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ചുറ്റിലും നഷ്ടങ്ങൾ, ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് ഹസ്ബൻഡിന് വയ്യാതായിരിക്കുന്നു, അല്ലാത്തൊരവസ്ഥയിലൊക്കെ ആണെന്ന് വിചാരിച്ചാലും മറ്റുള്ള വ്യക്തികളിലേക്ക് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയ്ക്കും അവിടുന്ന് ഒരു സപ്പോർട്ടും സ്നേഹവും കിട്ടാൻ സാധ്യതയില്ല. സഹാനുഭൂതി അങ്ങനെയൊക്കെ ആയിരിക്കാം. പിന്നെ കുറ്റപ്പെടുത്തൽ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അതിലേക്ക് നിങ്ങൾ കൂടുതലും ദൈവത്തോടടുത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ദൈവത്തോട് കണക്റ്റഡ് ആയി നിന്നാൽ നിങ്ങളുടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്ത് പോവാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ആ ഒരു ഏതൊക്കെയോ വ്യക്തികൾ അങ്ങനെ ഒരു നഷ്ടത്തിലൂടെ കടന്നു പോകുന്നു, നഷ്ടബോധത്തിലൂടെ പോകുന്നവരുണ്ട്, അവരോട് പറയുന്നതാണ് നിങ്ങൾ കുറച്ച് ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് വരണം എന്നുള്ളതാണ് പറയുക കേട്ടോ. അപ്പൊ അങ്ങനെ ചില രീതിയിൽ നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദൈവവിശ്വാസമൊക്കെ ഉള്ളവരായി മാറാൻ പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക്
വളരെ സന്തോഷപൂർവ്വം വളരെ സ്പീഡിൽ തന്നെ വരാൻ പറ്റും കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ട് അവരോടാണ് ഈ റീഡിങ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാണുന്നുണ്ട്. ചില കാര്യങ്ങളില് തടസ്സങ്ങൾ, ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ തടസ്സങ്ങളൊക്കെ നീങ്ങും, വളരെ പെട്ടെന്ന് തന്നെ നീങ്ങുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു തടസ്സങ്ങളൊക്കെ വളരെ വേഗം അവസാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇപ്പൊ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ വളരെ വേഗത്തിൽ മാറുമെന്ന് കാണുന്നുണ്ട്. ഈ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ലൈഫിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. അപ്പോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങളിപ്പം മാരേജ് ആയണമെങ്കിൽ മാരേജ്, ഒരുപാട് നാളായിട്ട് മാരേജ് നടക്കാത്ത വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ മാരേജ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. വളരെ വേഗം തന്നെ അത് നടക്കും. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മാരേജ് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മാരേജ് അന്വേഷിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു വ്യക്തി വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഒരുപക്ഷെ ഒരു മാരേജ് പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കി ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ മറ്റൊരു നല്ല മാരേജ് നിങ്ങൾ ആഗ്രഹിക്കണം. അല്ലാതെ ഇനിയും വരുന്ന പോലെ വരട്ടെ എന്ന് വെക്കാതെ നിങ്ങൾ ആഗ്രഹിക്കും ഇന്ന രീതിയിൽ എനിക്ക് വേണം, നല്ലൊരു വ്യക്തി വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ദൈവത്തോട് അത് പറയുകയും ചെയ്യണം കേട്ടോ. എങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലത് വരുത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എങ്ങനെയുള്ളതെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ പോയാൽ എങ്ങനെയെങ്കിലും ഉള്ളതൊക്കെ ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം, എനിക്ക് നല്ലൊരു വ്യക്തി വേണം, നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലേക്ക് ഒരു ആഗ്രഹം കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള ചില അടയാളങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. നിങ്ങൾ ഫെദർ കാണുന്നുണ്ടാവാം, അതുപോലെ നിങ്ങൾ മഴവില്ല് കാണുന്നുണ്ടാവാം, ചിത്രശലഭങ്ങളെ കാണുന്നുണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സൈനായിട്ട് യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഉള്ളതിനായിട്ട്. അപ്പോ ഇവിടെ 9 ഓഫ് വാൻഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ആകാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വരാൻ പോവാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലരുടെ കഥയിൽ കുറച്ചൊരു ഡിലേ ഉണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാനും പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിന്, ഇപ്പൊ ഏതെങ്കിലും വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ മാരേജിനോ അല്ലെ ജോലിയൊക്കെ നിങ്ങൾ കുറെ മാനിഫെസ്റ്റ് ചെയ്തു, കുറെ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം അതിനായിട്ട് കാത്തിരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സമയം ക്ലിയർ ആയി വരുന്നതേ ഉള്ളായിരിക്കാം. ഏതിനും ഒരു സമയമുണ്ട്. നമുക്ക് ആ ഒരു ജോലി കിട്ടാൻ ഒരു സമയമുണ്ട്. ആ ഒരു സമയം ആകുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ മാനിഫെസ്റ്റ് ചെയ്യുക, കുറച്ചും കൂടെ നമ്മൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ക്ഷമയോടെ നിങ്ങളുടെ ആവശ്യത്തിലധികം നിങ്ങൾ പ്രാർത്ഥിച്ചു എങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടതൊക്കെ ചെയ്യാനുള്ള എല്ലാം ചെയ്തെങ്കിൽ നിങ്ങളത് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ പോസിറ്റീവ് മൈൻഡോട് കൂടി കുറച്ച് കാത്തിരിക്കുക. കുറച്ചും കൂടെ ക്ഷമയോടെ കാത്തിരിക്കാൻ പറയുന്നുണ്ട് ആരോടൊക്കെ കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെ സക്സസും സന്തോഷവും ഒക്കെയാണ് വന്നിരിക്കുന്നത്. കൂടുതലും സൺ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുമെന്നാണ്, സക്സസ് ആണ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും എത്തുക തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് കൂടെ നോക്കാം. ഏഞ്ചൽ മെസ്സേജസ് ഒക്കെ എന്നാ കിട്ടുന്നത് നോക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജ് ആണ് ഏഞ്ചൽ തരുന്നത് നോക്കാമേ. ലെറ്റ് ഗോ. ചിലരോട് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. അതെന്താണെന്നറിയുമോ? നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നിടത്തോളം പ്രാർത്ഥിച്ചു. നിങ്ങൾ ഒരുപക്ഷെ ചില വ്യക്തികളെ കാത്തിരിക്കുന്നതാവാം. ആ വ്യക്തികളെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തി വരുമോ എന്നുള്ളതും എപ്പോഴും ഇങ്ങനെ വേവലാതിപ്പെട്ടിരിക്കുക. വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ ആവശ്യത്തിലധികം അതിന് വേണ്ടിയിട്ട് എടുക്കാനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളത് യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ അതിന് ലെറ്റ് ഗോ ചെയ്യും. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊള്ളും. ഇപ്പൊ ജോലിയുടെ കാര്യമായാലും വ്യക്തികളുടെ കാര്യമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിനുവേണ്ടി ചെയ്തിട്ട് നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള മറ്റുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഈ ഒരു കാര്യം വിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യൂ. ഈ ഒരു കാര്യം നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കും.
ഇനി ദൈവം എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ മാക്സിമം ചെയ്തു. ദൈവമേ, ഞാൻ ഇനി ഇത് ദൈവത്തിന് വിട്ടു തരുകയാണ്, ഇതെനിക്ക് കൊണ്ടുതരൂ, അല്ലെങ്കിൽ ഈ ആഗ്രഹിക്കുന്ന കാര്യം നീ എനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തു ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് നിങ്ങളൊക്കെ എന്തൊക്കെയോ സൈൻ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഫെദറോ അല്ലെങ്കിൽ റെയിൻബോയോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ അങ്ങനെ എന്തെങ്കിലും സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. അത് നിങ്ങൾക്ക് സൂചനയാണെന്നാ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ആരോടൊക്കെ ആസ്ക് യുവർ ഏഞ്ചൽസ്, നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം നിങ്ങൾ ഏഞ്ചലിനെ വിളിച്ച് ചോദിക്കണം. നിങ്ങൾക്ക് ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്, ആ ഏഞ്ചലിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ചില കാര്യം നിങ്ങളോട് പറയുന്നു ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. സ്റ്റോപ്പ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നുണ്ടോ, ഇതൊന്നും നടക്കില്ല, ഞാൻ ആവശ്യത്തിലധികം ഇതിനു വേണ്ടി പരിശ്രമിച്ചു, ഇതൊന്നും നടക്കില്ല, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഇനി ഞാനിത് ചെയ്യുന്നില്ല, അല്ല ഇതിലേക്ക് ഇനി ഫോക്കസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്, അങ്ങനെയല്ല, ഡോണ്ട് സ്റ്റോപ്പ്, നിങ്ങൾ നിർത്തരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടെ അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ പറയും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. ഒരുപാട് നീട്ടി വലിച്ചിട്ടാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ചെറിയ രീതിയിൽ എടുത്താട്ടോ. ഒരുപാട് വലുതാകുമ്പോൾ എല്ലാവരും ഫുള്ള് കാണില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു റീഡിങ് എടുത്താണ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.